ഈ വെർബീന ചെടിയിൽ ഇതേപോലെ പൂക്കൾ ഉണ്ടായി കിട്ടിയത് ഞാൻ നല്ലൊരു പോട്ടി മിക്സൊക്കെ കൊടുത്ത് നട്ടതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ആണ് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് ഞാൻ ലോങ് ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പോട്ടി മിക്സും അത് പ്രൂൺ ചെയ്ത് നടന്ന രീതിയും ഒക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവസാനം വരെ കാണാൻ നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ കണ്ടില്ലേ, പൂക്കളൊക്കെ കൊഴിഞ്ഞ് നീണ്ട് ഇങ്ങനെ വളർന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാനും അതൊരു ഭംഗിയുണ്ടാവില്ല. അപ്പോൾ നമ്മളിത് പ്രൂൺ ചെയ്യുകയാണ് കേട്ടോ. ചെറിയ ചെറിയ തളിർപ്പുകളുണ്ടെങ്കിൽ അത് നിർത്തിയതിന് ശേഷം നീണ്ടു നിൽക്കുന്നത് മൊത്തം ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. ഞാൻ 5 പോട്ടിലായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്ര വൈഡായിട്ടുള്ള പോട്ട് തന്നെ എടുക്കണം. അപ്പോൾ എല്ലാം ഇതേപോലെ നീളത്തിൽ നിൽക്കുന്നതൊക്കെ ഞാൻ കട്ട് ചെയ്തിങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് ചെറിയ ചെറിയ സ്റ്റെം മാത്രം നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, എല്ലാത്തിൽ നിന്നും ഞാൻ 5 പോട്ടിൽ നിന്നും ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ തണ്ടുകൾ മാത്രമാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. ഈ തണ്ട് അതിൻ്റെ അറ്റം ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്. ആ ഉണങ്ങിയ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ റൂട്ടൊക്കെ വന്നിട്ടുണ്ടാവും ചിലതിനൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം എൻ്റെ ഒരു കൈപ്പത്തിയുടെ നീളത്തിനാണ് ഉള്ളത്. അതപ്പോൾ അത് ഞാൻ സെൻറ്ററിൽ വെച്ച് ഒന്നും കൂടെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ചെറിയ തണ്ട് മതി. എന്താണെന്ന് വെച്ചാൽ അത് ബുഷിയായിട്ട് വളരുമ്പോഴാണ് അത് കാണാൻ ഭംഗിയുണ്ടാവുക. അപ്പോൾ ഈ ഒരു നീളത്തിൽ ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും മതിയാകും. കണ്ടോ, ഈ ഒരു നീളത്തിലുള്ളതിൻ്റെ പകുതി അതാണ് ആ ചെറിയ തണ്ടിൻ്റെ നീളം. അപ്പോൾ ഇത് ഞാൻ അതേപോലെ ആ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ റൂട്ട് വരുന്നത്. അപ്പോൾ ആ റൂട്ട് വരുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് കട്ട് ചെയ്ത് നമ്മളത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടും. അപ്പോൾ ആ റൂട്ടിന് താഴെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെയുള്ള റൂട്ട് വന്ന സ്റ്റെം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് റൂട്ട് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാവും. ഈ ഒരു നീളത്തിൽ എല്ലാം ഞാൻ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ഉണ്ട്. അതൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നല്ല ഫ്രഷായിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോട്ടി മിക്സൊക്കെ ഒന്ന് റെഡിയാക്കി കഴിയുമ്പോൾ അത് നന്നായിട്ട് കിട്ടും. ആ വെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അളവിനെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത്. അതിന് ഒരു പോട്ടിൻ്റെ അളവിൽ മണ്ണെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് മണലെടുക്കാം. നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ. ഇതിന് പകുതി ഭാഗം തന്നെ ചാണകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കയ്യിൽ 2 പിടി, ചെറിയ പിടി 2 പിടി വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലുപിടി ഒരു ചെറിയ പിടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ അകത്ത് കമ്പോ അതേപോലെ ചെറിയ പുല്ലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളയണം. ഇതിലേക്ക് കുറച്ച് സാഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സാഫും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. കല്ലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് നീക്കി കളയണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ചാണകപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ ഇങ്ങനെ മിക്സാക്കി എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പോട്ടിന് നല്ല ഹോളിട്ട് കൊടുക്കുക. അതിനുശേഷം ഹോള് മീതെ കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം കരിയിലയാണ് എടുത്തിരിക്കുന്നത്. കരിയിലയൊക്കെ നനഞ്ഞ് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല, അതിട്ട് കൊടുക്കാം. അത് നിറച്ചിട്ട് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ കരിയില ഇങ്ങനെ താന്ന് വരും. അതിൻ്റെ ഒരു പകുതി ഇട്ടതിന് ശേഷം കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് ഇട്ട് കൊടുക്കണം. വീണ്ടും കരിയില ഇട്ട് കൊടുക്കുക. കരിയില നിറച്ചിട്ട് കൊടുത്തിട്ട് നിറച്ചും ഫുള്ള് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ മണ്ണ് നന്നായിട്ട് താന്ന് വരും. അതുകൊണ്ടാണ് ഫുള്ള് ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ കരിയിലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു വളവുമാകും.
അതേപോലെ തന്നെ പോട്ടിന് വലിയ വെയിറ്റും ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല വെയിറ്റ് ആവും. ഹാങ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെയിറ്റ് കുറച്ച് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിറച്ച് ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ടോ, ഇത് നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തപ്പം തന്നെ പെട്ടെന്ന് തന്നെ അത് നല്ല ലീഫൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഫുള്ള് കവർ ചെയ്യുന്ന വരെ അങ്ങോട്ട് കുത്തി കൊടുക്കുക. കണ്ടോ, റൂട്ട് വന്നതൊക്കെ പെട്ടെന്ന് പിടിക്കും, ബാക്കിയുള്ളതൊക്കെ ഇച്ചിരി താമസം വരും പിടിച്ച് കിട്ടാനായിട്ട്. ഇതിനാണ് ഞാൻ പറഞ്ഞത് വൈഡായിട്ടുള്ള ഒരു പോട്ട് എടുക്കാനായിട്ട്. അപ്പോൾ കുറേ അധികം നമുക്ക് വെക്കാനും പറ്റും, വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നല്ല സൗകര്യമാണ്. ഇനി നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. നന്നായിട്ട് എല്ലാം ഫുൾ കുത്തിയതിന് ശേഷം നമ്മൾ നനച്ച് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാ പോട്ടിലും ഞാൻ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് കട്ടിങ്സും കൂടെ ഉണ്ട്. അത് നമ്മൾ പഴയത് കട്ട് ചെയ്ത ആ പോട്ടിലോട്ട് കുത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ അവിടെ അങ്ങനെ ഫില്ലായി കിട്ടും. കുത്തിവെച്ചതിന് ശേഷം ഈ പോട്ടിംഗ് മിക്സ് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒരേപോലെ വളർന്നു വരികയും ചെയ്യും. പൂക്കളുണ്ടാകുമ്പോൾ നല്ല ഭംഗിയാകും. അപ്പോൾ ഈ വെർബീന ചെടിയുടെ കട്ടിങ്സ് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് പോട്ടിംഗ് മിക്സ് റെഡിയാക്കി ഒന്ന് നട്ടു നോക്കുക. നന്നായിട്ട് വളർന്ന് കിട്ടി നല്ലതായിട്ട് പൂടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പഴയ ആ പോട്ടിൽ തന്നെ കുറച്ച് കട്ടിങ്സ് വെച്ച് ഈ ഒരു പോട്ടിംഗ് മിക്സ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും തിക്കായിട്ട് വളർന്നു വരും. അപ്പോൾ ഇതേപോലെ റെഡിയാക്കുക. യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.